ചെളി നിറഞ്ഞ ബൂട്ടുകൾ ധരിച്ച ഒരു പോപ്പ്. ലിയോ 14 വ്യക്തമായ കാൽപ്പാടുകൾ. സ്വർണ്ണപ്പകിട്ടാർന്ന തിരശീലകൾക്ക് പിന്നിൽ നിന്നല്ല, മറിച്ച് വെള്ളപ്പൊക്കത്തിൽ തകർന്ന പെറുവിലെ ഒരു പട്ടണത്തിലെ ചെളി നിറഞ്ഞ പാതകളിൽ നിന്നാണ് അദ്ദേഹം പുറത്തു വന്നത്. പെറുവിൽ അദ്ദേഹം ഉയരുന്ന വെള്ളത്തിലൂടെ നടന്നു. ഒരു സന്ദർശക മാന്യനായിട്ടല്ല, മറിച്ച് ദുരിതം അനുഭവിക്കുന്നവരിൽ ഒരാളായി. ഒരു എളിമയുള്ള അടുക്കളയിൽ അദ്ദേഹം ഭക്ഷണം വിളമ്പി. ജീവകാരുണ്യ പ്രവർത്തനമായിട്ടല്ല, മറിച്ച് ബന്ധുത്വത്തിന്റെ ഒരു സൂചനയായി. ഭക്ഷണം വിളമ്പുക, ദുഃഖം കേൾക്കുക, അവശിഷ്ടങ്ങളിലൂടെ നടക്കുക എന്നീ ചിത്രങ്ങൾ ഇതിനകം തന്നെ പ്രഭാഷണങ്ങളെക്കാൾ ശക്തമായ ഒരു ദൈവശാസ്ത്രം കൊത്തിവെച്ചിട്ടുണ്ട്. സാമീപ്യം, സാന്നിധ്യം പങ്കിട്ട മനുഷ്യത്വം. അദ്ദേഹം തിരഞ്ഞെടുത്ത പേര് ലിയോ സഭാചരിത്രത്തിലെ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നു. വ്യവസായയുഗത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികൾക്ക് ശബ്ദം നൽകിയ ലിയോ 13 പാപ്പ സഭയുടെ ആദ്യത്തെ സാമൂഹിക ചാക്രിക ലേഖനമായ റെറം നൊവാരം ഉപയോഗിച്ച് കത്തോലിക്ക മനസാക്ഷിയെ പുനർനിർമ്മിച്ചു. ലിയോ 14 ആ പാരമ്പര്യം അവകാശപ്പെടുന്നത് വെറും വാക്കിൽ മാത്രമല്ല, ജീവിക്കുന്ന മാതൃകയിലൂടെയുമാണ്. ലിയോ 13 തന്റെ പേന കൊണ്ട് അധ്വാനത്തെ പ്രതിരോധിച്ചെങ്കിൽ ലിയോ 14 തന്റെ കൈകളും കാലുകളും കൊണ്ട് മാന്യത ഉറപ്പിക്കുന്നു. അധികാരം പുനഃസ്ഥാപിക്കാനല്ല, സാമീപ്യം പുനഃസ്ഥാപിക്കാനാണ് അദ്ദേഹം വരുന്നത്. ദരിദ്രരെ സന്ദർശിക്കുന്നവനല്ല, മറിച്ച് ആത്മാവിലും സാഹചര്യത്തിലും ദരിദ്രനായിരിക്കുക എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവൻ. അദ്ദേഹത്തിന്റെ പാപ്പാത്വം വൈദിക കൽപ്പനയുടെ ഭാഷയിലല്ല, എളിമയുള്ള സാക്ഷ്യത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പോന്തിഫ് എന്ന വാക്ക് പോണ്ടിഫെക്സിൽ നിന്നാണ് വന്നത്, പാലം പണിയുന്നവൻ എന്നർത്ഥം. ലിയോ 14 നമ്മുടെ ഏറ്റവും വേദനാജനകമായ വിടവുകൾക്ക് കുറുകെ പാലങ്ങൾ പണിയാൻ കഴിയുന്ന ഒരു മനുഷ്യനെ സഭ കണ്ടെത്തിയിരിക്കുന്നു.